നിലാവ് സാംസ്കാരിക സമിതി ഇലിപ്പക്കുളം. ഇലിപ്പക്കുളത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന രംഗത്ത് പുത്തൻ ഉണർവ് നൽകിയ നിലാവ് സാംസ്കാരിക സമിതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മെയ് 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഇലിപ്പക്കുളം അറഫ പാലസിൽ വെച്ച് നടക്കുന്നു. നിലാവിന്റെ പ്രസിഡന്റ് സൈജു ഖാലിദിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം മലയാളത്തിലെ പ്രശസ്ത യുവകവി ശ്രീ അനിൽ പനച്ചൂരാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ എം മുരളി MLA മുഖ്യപ്രഭാഷണം നടത്തുന്നു. ശ്രീ AM ഹാഷിർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് E നാസർ, ശ്രീമതി വസന്ത ഗോപാലകൃഷ്ണൻ, ശ്രീ അബ്ദുൽ അസീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുന്നു. സമ്മേളനാനന്തരം പട്ടുറുമാലിലെ നിങ്ങളുടെ ഇഷ്ടഗായകർ അണിനിരക്കുന്ന പട്ടുറുമാൽ ഫെയിം ഇശൽ നിലാവ്. നിലാവിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, മറ്റ് പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 മാസക്കാലങ്ങൾക്ക് മുമ്പ് ഇലിപ്പക്കുളം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച നിലാവ് സാംസ്കാരിക സമിതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു സാംസ്കാരിക സമിതി ഇലിപ്പക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഒരു 10-20 കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളാൽ നിറഞ്ഞു നിന്ന ഇലിപ്പക്കുളത്തിന്റെ ഒരു മുഖഭാവമല്ല ഇന്ന് ഇലിപ്പക്കുളത്തുള്ളത്. തികച്ചും ദിശാബോധം നഷ്ടപ്പെട്ട് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ യുവതലമുറ സ്വന്തം ഇഷ്ടങ്ങൾക്കും ദേഹേച്ഛകൾക്കും അനുസരിച്ച് സ്വയം തിന്മയുടെ വഴികൾ തെരഞ്ഞെടുക്കുകയും അതാണ് നല്ലതിന്റെ വശം എന്ന് തിരിച്ചറിയുകയും ചെയ്ത് പലതരത്തിലുള്ള മോശപ്രവർത്തനങ്ങളിൽ അകപ്പെടുകയും സമൂഹത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നതിന് ആ യുവതലമുറ അവരുടെ ഊർജം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്കരമായ പ്രവണതയാണ് ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇനിയും നിലാവ് മുന്നോട്ട് പോവുകയാണ്. ഒട്ടനവധി കർമ്മപരിപാടികളുമായി സമൂഹത്തെ സേവിക്കുക എന്ന ഉറച്ച മനസ്സോടുകൂടി തളരാതെ മുന്നോട്ടു പോകുന്ന ഈ നിലാവിന്റെ പ്രവർത്തനത്തിൽ ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ സൈജു ഖാലിദ്, നിലാവിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ചലച്ചിത്ര ഗാന രചയിതാവും യുവകവിയും ഗായകനുമായ ശ്രീ അനിൽ പനച്ചൂരാൻ, നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ AM ഹാഷിർ, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി വസന്ത ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് E സമീർ, നിലാവ് സാംസ്കാരിക സമിതിയുടെ നസീർ പാറയ്ക്കൽ, ഈ സാംസ്കാരിക സഹീദ്, ജോയിന്റ് സെക്രട്ടറി സച്ചു, ട്രഷറർ ഷാനവാസ്, കമ്മിറ്റി അംഗങ്ങളെ, ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഇവിടെ നടക്കുന്ന ഇശൽ നിലാവ് അവതരിപ്പിക്കുന്ന കലാപ്രതിഭകളെ, നമ്മുടെ വേദിയിലെത്തിയ പഞ്ചായത്ത് മെമ്പർ ശ്രീ വല്ലാറ്റിൽ അബ്ദുൽ അസീസ്, പ്രിയപ്പെട്ട സാംസ്കാരിക സമിതിയെ സജീവമാക്കിയ എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഇലിപ്പക്കുളത്ത് ഔപചാരികമായി ശ്രീ അനിൽ പനച്ചൂരാൻ ഉദ്ഘാടനം ചെയ്യുന്ന നിലാവ് സാംസ്കാരിക സമിതിക്ക് ഞാൻ എല്ലാ നന്മകളും നേരുകയാണ്. 3 മാസം മുമ്പ്
രൂപീകൃതമായ ഈ സാംസ്കാരിക സമിതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് ശ്രീ അനിൽ പനച്ചൂരാൻ നിർവഹിക്കുന്നത്. ഒരുപറ്റം യുവാക്കളെ കോർത്തിണക്കിക്കൊണ്ട് കലാ സാംസ്കാരിക രംഗത്തും സർഗാത്മകമായ പ്രവർത്തന രംഗത്തും സമൂഹ സേവനം ലക്ഷ്യമാക്കിയും രൂപീകൃതമായ ഈ യുവജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ എല്ലാ വിജയങ്ങളും നന്മകളും നേരുകയാണ്. നിലാവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വഴി നടക്കാൻ കഴിയുള്ളൂ, ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുള്ളൂ. വെളിച്ചം എത്രമാത്രം അനുഗ്രഹമാണോ അതേപോലെ തന്നെയാണ് ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നിലാവും നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. ഇരുട്ടിന്റെ ഒരു ലോകത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിലാവിന്റെ പൊൻപ്രഭ വിരിയിക്കാൻ ഈ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം